ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു പാക്കേജ് വന്നിട്ടുണ്ട്, ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ പട്ടി കുറയ്ക്കുന്ന ശബ്ദം കേൾക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ലൂണുമോളാണ്, അപ്പോൾ ഡിസ്റ്റർബ് ആവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇന്നലെയാണ് അവർ അയച്ചിട്ടുള്ളത്, DTDC വഴിയാണ് അയച്ചിട്ടുള്ളത്. നമുക്ക് ഇന്ന് തന്നെ കിട്ടി. അപ്പോൾ അധികം വൈകാതെ തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ ബോക്സ് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത്. വാവ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണണ്ടേ എന്താണെന്നുള്ളത്? കാണിച്ചു തരാം, വെയിറ്റ്. ഇനി ഞാൻ അധികം വഹിക്കണില്ല, കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഓ, അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാക്കിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്, കണ്ടോ. ഇപ്പൊ ലൈറ്റിന്റെ ഈ ഷെയ്ഡിലായതുകൊണ്ട് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്, ഹോയ പ്ലാന്റ് ആണ്. ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. കണ്ടോ, വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. ഇതാ കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഓ, ബ്യൂട്ടിഫുൾ. ഞാൻ വീണ്ടും പറയാണ്, എല്ലാവർക്കും ഡിസ്റ്റർബ് ഉണ്ടാവും ചിലപ്പോൾ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ നമ്മുടെ ലൂണമോള് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റർബ് ആവണുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗിയിൽ ഇതിനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയാണ് അവർ അയച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ വൈകിട്ടാണ് ഈ പ്ലാന്റ് കിട്ടിയത് കേട്ടോ. DTDC, കൊടൈര DTDCയിൽ വന്നു. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ ഞാൻ മോളെ വിട്ടത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിച്ചു. അപ്പോൾ ഏകദേശം രാത്രി ഇത് കയ്യിൽ കിട്ടിയപ്പോൾ. അപ്പോൾ എന്തായാലും ഇത് കിട്ടിയ വഴിക്ക് വേഗം തുറന്ന് നിങ്ങളെ കാണിക്കാം. ഞാനും കുറേ ഇങ്ങനെ പ്രതീക്ഷിച്ചും കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണല്ലോ. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിന്റെ പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ, പേര് ഭയങ്കര ഹോയ വർഗത്തിൽ പെട്ടിട്ടുള്ളതാണ്. അതിന് ഫ്ലവർ ഉണ്ടാവും. ഇത് വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ചിലവർക്കൊന്നും അറിയില്ലായിരിക്കും. നമ്മള് ഫുൾ ഗ്രീൻ കളറിലാണല്ലോ നമ്മൾ മിക്കതും ചെടികളൊക്കെ കാണുക, ചെടികളുടെ ഇലകളൊക്കെ കാണുന്നത്. പക്ഷെ ആ ഗ്രീൻ കളറിൽ ഇതാക്കണ്ടോ, അതിൽ വൈറ്റ് ഇടകലർന്നിട്ട് വരുന്നതാണ് വെരിഗേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഞാനത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് നമ്മളുടെ പ്ലാന്റുകളുടെ ഇലകളുണ്ടാവുക അല്ലേ. തനി പച്ച കളറ്. അപ്പോൾ ഈ പച്ച കളറിൽ നിന്ന് വൈറ്റ് കയറി വരുന്നത് കണ്ടോ, അതിനാണ് വെരിഗേറ്റഡ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റിന്റെ ഫുൾ നെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോയ ഹ്യൂസ്കേലിയാന വെരിഗേറ്റഡ് എന്നാണ് കേട്ടോ. നമുക്ക് വായിൽ കൊള്ളാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ. പക്ഷെ പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്, നമ്മളുടെ നാട്ടുകാരനല്ല. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടുകാരനല്ല, പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണെന്ന്. ഇത് ശരിക്കും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഹാങ് ചെയ്തിടണതാണ്. കണ്ടോ, ഇത് ഫ്ലവറൊക്കെ ഉണ്ടാവും. ഇത് പക്ഷെ ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ നമുക്ക് ഫ്ലവർ കാണാനില്ല. ഫ്ലവർ ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ എളുപ്പമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നാമത് ഇതില് തിക്കായിട്ടുണ്ട്. ഈ ഒരു പോട്ട് നിറച്ച് തിക്കായിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റ്സ്. പിന്നെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ, സ്റ്റമ്മ് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇവിടെ കണ്ടോ, റൂട്ട് വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇതിലൊക്കെ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചാൽ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഈസി ആയിരിക്കും സ്റ്റെം കട്ടിങ് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണത്. പിന്നെ ലീഫ് കട്ട് ചെയ്ത് വെച്ചാൽ ഉണ്ടാവുമെന്ന് അറിയില്ല. അതൊന്ന് പരീക്ഷിച്ച് നോക്കണം, പുതിയ തൈകൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം അങ്ങനെ ഈ പ്ലാന്റിന്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ ഒന്നുകൂടിയും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കുറച്ചുകൂടി നീളത്തിലുള്ള ഇലയുള്ളത് കണ്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് ഇത് ചെറിയൊരു പോട്ടിലാണ് കിട്ടിയത്. ഇതുപോലെ തിക്കായിട്ടുള്ള പോട്ടുണ്ട്. അപ്പം അത് വേണ്ട, എനിക്ക് ചെറുത് മതി. ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കി പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ചെറിയ പോട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതും പ്രൊപ്പഗേഷൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇതിന്റെ പേര് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഇതും ഹോയ തന്നെയാണ്. ഇത് കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ ഇതിന്റെ പേര് പറയാനായിട്ട്. ഹോയ കെന്റിയാന വെരിഗേറ്റ എന്നാണ് ഇതിന്റെ പേര്. മറ്റേന്റെ പേര് നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പിന്നെയും കുഴപ്പമില്ല.
ഇത് കെൻറ്റിയാനയാണ്. അതിൻ്റെ ലീഫിനൊക്കെ നല്ല നീട്ടുണ്ട്, കണ്ടോ, നല്ല രസമുണ്ട്. ഇതും ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഫ്ലവറിനേക്കാളും ഇതിന് ലീഫ് കാണാൻ തന്നെയാണ് ഭയങ്കര ഭംഗി കേട്ടോ. അപ്പോൾ ലീഫിനാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്റ്റെമ്മ് വന്നത് കണ്ടോ, ചെറിയൊരു റൂട്ട് വരുന്നുണ്ട്. ഇവിടെ റൂട്ട് വരുന്നുണ്ടോ, റൂട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെ കിട്ടി, ഭയങ്കര സന്തോഷമായി. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. പ്രൊപ്പഗേഷൻ കഴിഞ്ഞിട്ട് പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാനിത് വിൽക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ചെയ്ത് പുതിയ പ്ലാന്റ്സിന് ഉണ്ടാക്കിയെടുത്ത് സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ആർക്കൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ അയച്ചു തരുന്നുണ്ട്. DTDCയോ പ്രൊഫഷണൽ കൊറിയറോ ഏത്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴിയോ എങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നല്ല പ്ലാന്റാണ്, അത്രയും ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.